പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണമെന്ന് പരാതി. കൊച്ചി കലൂരിലെ വീട്ടിൽ നിന്ന് 20 കോടിയുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്നാണ് പരാതി. പരോളിൽ കഴിയുന്ന മോൺസണുമായി പോലീസ് പരിശോധന നടത്തുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എപ്പോഴാണ് ഈ മോഷണം നടന്നു എന്ന് പരാതിയിൽ പറയുന്നത്? ഇപ്പോഴവിടെ പോലീസിന്റെ പരിശോധന ഉണ്ടാവുന്നുണ്ട്. മോൺസൺ മാവുങ്കലും പോലീസിനൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ, വിഷ്ണു സുരേഷ്? പരിശോധന 1 മണിക്കൂർ മുമ്പായിരുന്നു. പരിശോധന പൂർത്തിയാക്കി മോൺസണുമായി പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങി. 2 ആഴ്ച മുമ്പ് മോഷണം നടന്നു എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഈ കാണുന്നതാണ് ആ തട്ടിപ്പിനെല്ലാം ആസ്ഥാനമായ വീട്. ഈ വീട്ടിലായിരുന്നു മോൺസന്റേതായ ഭാഷയിൽ പറഞ്ഞ മോശയുടെ അംശവടി, അതോടൊപ്പം ശ്രീകൃഷ്ണൻ വെണ്ണ കടഞ്ഞിട്ടുള്ള കുടം, ആ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മോൺസൺ അവകാശപ്പെട്ട സ്ഥലമാണിത്. ഏകദേശം ഇതിനകത്ത് ഒരുപാട് വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്തും വീട്ടിൽ മോഷണം നടന്നിരുന്നു. അതിനുശേഷം കോടതി ഇടപെട്ട് ഈ വസ്തുക്കളൊക്കെ മോൺസന് ഏറ്റെടുക്കാം എന്ന ഉത്തരവിറക്കിയിരുന്നു. അതിന് പ്രകാരം ഇന്ന് ഈ വസ്തുക്കൾ തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി മോൺസൺ പരോൾ വാങ്ങി എത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്ന കാര്യം അറിയുന്നത്. ഈ വീടിന്റെ ഒരു വശത്തുള്ള വാതിൽ പൊളിച്ചകത്ത് കിടന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. മോൺസൺ പറയുന്നത് 20 കോടി രൂപയുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. വാച്ച്, സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ഖുറാൻ തുടങ്ങിയ വസ്തുക്കളൊക്കെ നഷ്ടമായെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇത് മോൺസൺ വാടകയ്ക്കെടുത്ത വീടാണ്. ആ വീട്ടുടമകൾ ഇതിനോടകം തന്നെ നോർത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മോൺസനും ജയിൽ സൂപ്രണ്ടിന് മുമ്പാകെ പരാതി നൽകുമെന്നാണ് ലഭ്യമാകുന്ന ആ വിവരം. പരിശോധന പൂർത്തിയാക്കി മോൺസനുമായുള്ള സംഘം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും കടക്കുക. ആദ്യം, അതായത് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു മോഷണം നടന്നിരുന്നു. ആ മോഷണം ആരാണ് നടത്തിയെന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ ഏറെക്കുറെ നിലച്ചമട്ടാണ്. അതിന് പിന്നാലെയാണ് ഇവിടെ വീണ്ടും ഇത്തരത്തിലൊരു മോഷണം നടന്നിരിക്കുന്നത്. വിഷ്ണു, ഇതിൽ പോലീസ് പ്രാഥമികമായി എന്തെങ്കിലും നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ? ആരാണ് ഈ മോഷണത്തിന് പിന്നിലെന്നുള്ളത്? മോൺസണാണ് ഈ പരാതി ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതും ഒരുപക്ഷെ ഈ നടപടികൾ സംശയത്തോടു കൂടി കാണാൻ പോലീസിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകണം. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്, വിഷ്ണു? നമ്മൾ ഈ ക്രൈം സീനിൽ വരുന്ന ഘട്ടത്തിൽ ഇവിടെ ഒരു മോഷണം നടന്നതിന്റെ സ്വഭാവം എല്ലാം ഉണ്ട്. കാരണം ആ ഡോറ് ചവിട്ടിപ്പൊളിച്ചിട്ടുണ്ട്, അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ അപഹരിച്ചിട്ടുണ്ട്. ഇത് കസ്റ്റഡി, അതായത് നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള വീടായിരുന്നു. പിന്നീട് ഈ വീട് ഇവിടുത്തെ വീട്ടുടമസ്ഥർക്ക് കൈമാറുകയായിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്ന്, അതായത് മോൺസണുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും നടത്തിയ മോഷണം എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ കരുതുന്നില്ല. മറിച്ച് പുറത്തുനിന്ന് ആരെങ്കിലും എത്തി അപഹരിച്ചതാകാം എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. എന്തായാലും പോലീസ് ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനകൾക്കൊടുവിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. 20 കോടി എന്നാണ് മോൺസൺ പറയുന്നത്. പക്ഷേ അത് പോലീസ് ഇപ്പോഴും വിശ്വാസത്തിലൊന്നും എടുത്തിട്ടില്ല. കാരണം മോൺസനാണ് ഈ മോശയുടെ അംശവടി അടക്കം ഇതിലുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ആ വാദം പോലീസ് ഇപ്പോഴും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പക്ഷേ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. അത് കേസെടുത്തിന് അന്വേഷണത്തിലേക്കൊക്കെ പോയാൽ മാത്രമേ ആരായിരിക്കും മോഷണം നടത്തിയെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണിത്. ഇതിനകത്താണ് പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ, കോടതിയിൽ ഹാജരാക്കാനുള്ള തെളിവുകളൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ പിന്നീട് മോൺസണിന് നൽകാം എന്ന് കോടതി ഉത്തരവിട്ട പശ്ചാത്തലത്തിലാണ് അത് എടുക്കാൻ വേണ്ടി മോൺസൺ എത്തിയത്. ആ ഘട്ടത്തിലാണ് ഇവിടെ ഒരു വലിയ മോഷണം നടന്നു എന്ന് മനസ്സിലായി. തുടർന്ന് പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. മോൺസൺ വരുന്നൊരു പ്രധാനപ്പെട്ട പരാതി കോടതിയിലടക്കം പറഞ്ഞൊരു കാര്യം, ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഇവിടെ മോഷണം നടന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രൈം നമ്പർ പോലും ഈ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിക്കുന്നില്ല. ഈ വസ്തുക്കളൊക്കെ മറ്റാർക്കെങ്കിലും അപഹരിക്കാൻ വേണ്ടി ഒരു അവസരം, മനഃപൂർവ്വമായ അവസരം ഒരുക്കുകയാണോ എന്നൊരു ചോദ്യം മോൺസണും മോൺസന്റെ അഭിഭാഷകരും ഒക്കെ ഉയർത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു മോഷണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും പരിശോധന പൂർത്തിയാക്കി മോൺസനുമായുള്ള സംഘം ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. മോൺസൺ ഒരു സമയത്ത് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച ആളാണ് മോൺസൺ. അതിൽ ആ കബളിപ്പിക്കലിൽ രാഷ്ട്രീയക്കാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ പെട്ടുപോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ അമൂല്യമായ വസ്തുക്കളുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് പ്രത്യേകമായ സുരക്ഷയൊക്കെ ഒരുക്കി കൊടുത്ത വീടല്ലേ അത് നേരത്തെ, വിഷ്ണു സുരേഷ്? രണ്ട് വീടുകൾക്കും, ചേർത്തലയിലുള്ള വീട്ടിലും അതോടൊപ്പം തന്നെ ഇവിടെ ഈ കലൂരുള്ള ഈ വാടക വീട്ടിലുമൊക്കെ സുരക്ഷ ഉണ്ടായിരുന്നു. വലിയ സന്നാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അത് പക്ഷേ കേസിന് ശേഷം, ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ വീട് കംപ്ലീറ്റ്ലി പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഇവിടെ മറ്റാർക്കും പ്രവേശനമൊന്നും ഉണ്ടായിരുന്നില്ല. കേസ് രജിസ്റ്റർ ചെയ്ത ഒരാഴ്ചക്കകം തന്നെ പോലീസ് വീട് പൂർണ്ണമായും ബന്ദോബസ്താക്കുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ തവണ ഈ മോഷണം നടന്നതിന് തൊട്ടു പിന്നാലെ ക്രൈംബ്രാഞ്ച് എത്തിയൊരു പരിശോധന നടത്തിയിരുന്നു. അന്ന് നമ്മൾ ഇതിനകത്ത് കയറി റിപ്പോർട്ടൊക്കെ ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോഴാണ് ഈ വീട് തുറക്കുന്നത്.
പക്ഷേ അതിന് മുൻപ് ഈ വീടിന്റെ പുറകുവശത്തേക്ക് വാതിൽ ആരോ ചവിട്ടി തുറന്ന് അകത്ത് കയറി അതിക്രമിച്ചു കയറി മോഷണം നടത്തി എന്നാണ് മോൻസൺ പറയുന്നത്. തന്റെ വസ്തുക്കൾ ഇതിനകത്തുള്ള ആന്റീക്ക് ആയിട്ടുള്ള വസ്തുക്കൾ എന്ന് മോൻസൺ അവകാശപ്പെടുന്ന സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. മോൻസന്റെ അഭിഭാഷകനുമായി സംസാരിച്ചിരുന്നു, ശ്രീജിത്തുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ഖുറാൻ, അതോടൊപ്പം തന്നെ വാച്ചുകൾ, ചില ആന്റീക്ക് ആയിട്ടുള്ള ഐറ്റം, ഈ ആദ്യത്തെ പെട്രോൾ മാക്സ് എന്നൊക്കെ പറയുന്ന വസ്തുക്കളൊക്കെ ആണ് മോഷണം പോയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് മോൻസനുമായി നേരിട്ട് പോലീസ് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയത്. ഏറെക്കുറെ ഒരു ചിത്രം പോലീസിന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയെങ്കിൽ അന്വേഷണം ഉടൻ ആരംഭിക്കും. നോർത്ത് പോലീസ് പരിധിയിലാണ് ഈ വീട് ഉള്ളത്. വാടകയ്ക്കെടുത്ത വീടാണ്. മോൻസൺ കേസിൽപ്പെട്ട് ഇപ്പോൾ വാടകക്കാർക്കും ഇത് തർക്കഭൂമിയായി കിടക്കുകയാണ്. പക്ഷേ നേരത്തെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഇതിന്റെ ഒരു അധികാരം വീട്ടുകാർക്ക് നേരത്തെ തിരിച്ചു നൽകിയിരുന്നു. എന്നാൽ പോലും ഇത് പൂർണ്ണമായി അവർക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് കാരണം ഇതിനകത്തുള്ള വസ്തുക്കൾ ഇതിനകത്തിരുന്ന പശ്ചാത്തലത്തിലാണ് അത് ഏറ്റെടുക്കാൻ സാധിക്കായിരുന്നത്. പിന്നീട് മോൻസൺ തന്നെ കോടതിയിൽ പോവുകയായിരുന്നു. തനിക്ക് വിലപിടിപ്പുള്ള വസ്തുക്കളാണ്, കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ്, അതുകൊണ്ട് ഈ വസ്തുക്കളൊക്കെ തനിക്ക് വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട് മോൻസൺ തന്നെ നേരിട്ട് കോടതിയിൽ പോവുകയും പിന്നീട് കോടതി തന്നെ ഈ വസ്തുക്കളൊക്കെ മോൻസൺ എടുക്കാം എന്ന് പറയുകയുമായിരുന്നു. അതിൽ പ്രകാരമാണ് മോൻസൺ ഇന്ന് എത്തിയത്. ഒരുപാട് പ്രമുഖർ ഈ കേസുമായി ബന്ധപ്പെട്ട് എത്തിയ സ്ഥലമാണ്. ഒരുപക്ഷെ KPCC പ്രസിഡന്റ് അടക്കം, മുൻ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എത്തി എന്ന് പറയപ്പെടുന്ന സ്ഥലമാണിത്. അതിന്റെ നേരത്തെ അതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലടക്കമുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയതാണ്. പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സിനിമാ നടന്മാരും ഒക്കെ നിരവധി തവണ എത്തിയിട്ടുള്ള ഒരു വീടാണ്. ഈ പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് അടങ്ങുന്ന ഒരു വീട് കൂടിയാണിത്. ആ വീട്ടിലാണിപ്പോൾ വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണം എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. കൊച്ചി കലൂരിലെ വീട്ടിൽ നിന്ന് 20 കോടിയുടെ വസ്തുക്കൾ നഷ്ടമായിട്ടുണ്ട് എന്നാണ് മോൻസൺ മാവുങ്കലിന്റെ പരാതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.